ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്നെ കുറിച്ചിട്ട് ഉള്ള ഒരു 30 ഫാക്ട്സ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ 30 ഫാക്ട്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളറിയാത്ത എൻ്റെതായ ആ ഒരു 30 ഫാക്ട്സ് എന്ന് നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകാം. ചെറുപ്പത്തിലൊക്കെ ആരെന്നോട് ചോദിച്ചാലും ഞാൻ അപ്പം തന്നെ പറയും എൻ്റെ അംബീഷൻ ഒരു എയർ ഹോസ്റ്റസ് ആവണമെന്ന് തന്നെയാണെന്ന്. 10th ഏകദേശം ഒരു 10th സ്റ്റാൻഡേർഡ് വരേക്കും സ്കൂളിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആരെപ്പോൾ ചോദിച്ചാലും അപ്പം തന്നെ പറയും എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കുക്കിംഗ് ഞാൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിപ്പിക്കുക, അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി തരണം എന്ന് പറയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇച്ചാനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മടി വെക്കില്ല. അപ്പം തന്നെ ഞാൻ റെഡി, ഇന്ന് വേണമെങ്കിൽ ഇന്ന്, നാളെ ആണെങ്കിൽ നാളെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതേപോലെ ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. ഒരാൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ യൂട്ടൻസിൽസ് എല്ലാം ഞാൻ വാഷ് ചെയ്ത് കഴുകിയത് അതെല്ലാം റെഡിയാക്കി വെക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ആളല്ല. പ്രത്യേകിച്ച് ഒരാൾ എന്നോട് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കുക്ക് ചെയ്യുന്നു പറയും. പക്ഷെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും. ഐ ഡോണ്ട് ലൈക്ക് പാർട്ടീസ്. എനിക്ക് പാർട്ടീസ് ഒട്ടും ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഈ ബും ബും സൗണ്ടൊക്കെ വന്നിട്ടുള്ള പാർട്ടീസ്, ഐ മീൻ നമ്മൾ ഈ നൈറ്റ് പാർട്ടീസ്, DJ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തവണ എന്തോ പോയിട്ടുള്ളൂ. എൻ്റെ ബാംഗ്ലൂർ കോളേജ് ലൈഫിൽ ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേക്ക്. അയ്യോ, അതെന്നും എൻ്റെ ഒരു നൈറ്റ് മെയർ ആയിരിക്കും. ഈ പോഹ അതൊന്നും എനിക്ക് പറ്റില്ല. അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. സംഭവം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ശരിയായിട്ട് തോന്നും, പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനറിയാം. അങ്ങനെ എനിക്ക് ഒട്ടും പറ്റില്ല അങ്ങനത്തെ. ഞാൻ അതിനുശേഷം അങ്ങനെ പാർട്ടീസിനൊന്നും പോയിട്ട്. ഗ്യാതറിങ്സ് എനിക്കിഷ്ടമാണ്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഗ്യാതറിങ്സ് പീസ്ഫുൾ ആയിരിക്കണം. പക്ഷേ ഇങ്ങനെ ഒച്ചയും ബഹളവും മറ്റേ പാർട്ടി ബും ബും ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് എന്നെ ഓക്കെ ആക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫുഡ്. എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കുക. സ്ട്രെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുഡ് മേടിച്ച് ഒറ്റയ്ക്ക് കഴിക്കുക. സോളോ ഫുഡിങ് ആണ് ഉദ്ദേശിച്ചത്, ഒറ്റയ്ക്ക്, വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഷോപ്പിംഗ്, അതും സോളോ ഷോപ്പിംഗ് ആണ്. കാരണം നമുക്ക് ദേഷ്യം വന്ന് സ്ട്രെസ് ആയിട്ടിരിക്കുമ്പം നമുക്ക് ഒരിക്കലും ഒരാളുടെ കമ്പനി നമുക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകാനും ആ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നെ നോർമൽ ആക്കുക ആ സമയം. എനിക്ക് എന്നെ ഈ നീ, നിന്റെ, എടി എന്ന് വിളിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ നിങ്ങളെന്ന് പറഞ്ഞ അഡ്രസ്സ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് എൻ്റെ മാത്രം വ്യക്തിപരമായ ഒരു ഇഷ്ടാനിഷ്ടമാണ്. പക്ഷേ വേറെ ആൾക്കാർക്ക് അതിന് കുഴപ്പമുണ്ടാവില്ല. എന്താ പറയുക, ഒരു നിങ്ങളുടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പം എന്തിനാണ് 2 പേരോടല്ലേ ഒന്നിലധികം ആൾക്കാരോടൊപ്പം യൂസ് ചെയ്യുന്ന ആ ഒരു ടേം എന്തിനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ 2 ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ എന്നോട് മാത്രമാണെങ്കിൽ നീ, നിന്റെ, എടി, നിങ്ങളുടെ, എനിക്ക് അപ്പം തന്നെ ഇറിറ്റേറ്റഡ് ആവും. ഞാൻ റിയാക്ട് ഒന്നും ചെയ്യില്ല, ഞാൻ പറഞ്ഞാണ് എനിക്കൊരു ഇഷ്ടക്കേടാണ്. എനിക്ക് ഹൈറ്റ്സ്, വാട്ടർ, ക്ലോസ്ഡ് സ്പേസസ് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പറ്റില്ല. അതെന്തൊക്കെയോ ഫോബിയ ആണ്, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ ഫോബിയാസ് എല്ലാം എനിക്കുണ്ട്. എനിക്ക് ലിഫ്റ്റിൽ ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ ഫെമിലിയർ അല്ലാത്ത പുതിയൊരു ലിഫ്റ്റ് ആണെങ്കിലാണ് എനിക്ക് പ്രശ്നം. യൂസ്ഡ് ആണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. വെള്ളത്തിലങ്ങനെ ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഹൈറ്റ്സ് ഒട്ടും തന്നെ പറ്റത്തില്ല. എനിക്ക് ബാക്ക് പെയിൻ്റെ ഒരു ഇഷ്യൂ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് MRI സ്കാൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യം ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. പക്ഷേ MRI വരെ എല്ലാവരും എന്നെ പുഷ് ചെയ്ത് അമ്മയും ഇച്ചാനും എല്ലാവരും പുഷ് ചെയ്ത് എന്നെ MRI അവിടെ വരെ എത്തിച്ചു. ആ റൂമിൽ എത്തിച്ച് യൂണിഫോം ഒക്കെ മാറ്റി എല്ലാം തന്നു. പക്ഷേ ആ മെഷീൻ അങ്ങോട്ടേക്ക് പൊങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് ചാടി പുറത്തേക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് വെച്ച് MRI സ്കാൻ എൻ്റെ ചെയ്യേണ്ട, എനിക്ക് പറ്റില്ല. എനിക്ക് ആ സൗണ്ടും ആ ക്ലോസ്ഡ് സ്പേസും എനിക്ക് പറ്റില്ല. ഇതുവരെയ്ക്കും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് സ്റ്റിൽ ബാക്ക് പെയിൻ ഉണ്ട്, പക്ഷേ ഞാൻ സമ്മതിക്കില്ല. ഐ ഹേറ്റ് ഫ്ലൈറ്റ് ജേർണീസ്. എൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ പോകാൻ എനിക്ക് പേടിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു വർഷത്തിൽ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ പ്രൊഫഷൻ അങ്ങനെയാണ്, ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഏകദേശം ഒരു 3 മാസം കൂടുമ്പം ടു ആൻഡ് ഫ്രോ ട്രാവലിംഗ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വരേക്കും ഈ ഫ്ലൈറ്റ് ജേർണിയിലെ ഒരു 5 മിനിറ്റ്സ് പോലും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. ഇനി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഫ്ലൈറ്റിൽ ഫുഡ് തരുന്ന ആ ഒരു സമയത്താണ്. ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല. എനിക്ക് രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ, വെളുപ്പിന് വരെ ഇരിക്കാൻ പറഞ്ഞാലും ഞാൻ എഴുന്നേറ്റിരിക്കാൻ തയ്യാറാണ്. രാത്രി ഉറങ്ങാണ്ടിരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും. എനിക്ക് ഉറങ്ങണമെന്നില്ല. പക്ഷേ രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഇന്നർ ഫീലിങ്സ് വിത്ത് എനിബഡി എൽസ് അതർ ദാൻ സൂരജ്. എനിക്ക് സൂരജിൻ്റെ അടുത്തല്ലാതെ വേറെ ആരുടെയും അടുത്ത് എൻ്റെ ഒരു വൾനറബിൾ ക്യാരക്ടർ, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരും ആയിക്കോട്ടെ,
അവരുടെ അടുത്ത് ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു ഫേസിൽ കൂടെ ആയിരിക്കും ഞാൻ കടന്നു പോകുന്നത്. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും അതെൻ്റെ ഫേസിൽ കാണിക്കില്ല. കാരണം എനിക്കത് മറ്റൊരാളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് നോട്ട് ഈവൻ മൈ പേരൻസ് എനിക്ക് താല്പര്യമില്ല. പക്ഷേ സൂരജാണ് എൻ്റെ എല്ലാം. സൂരജിൻ്റെ അടുത്ത് മാത്രം എൻ്റെ ആ ഒരു വേറൊരു മേഖലയുണ്ട്. ആ ഒരു മേഖലയെ അറിയുന്ന ഒരേ ഒരാൾ ആ സൂരജ് മാത്രമാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ദാൽ തഡ്ക, രാജ്മ ചാവൽ, നോർത്ത് ഇന്ത്യൻ ബിരിയാണി, പിന്നെ അവരുടെ താലി, പിന്നെ ചോലെ ഭട്ടൂര, ചാട്ട്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എനിക്ക് നമ്മുടെ കേരള ഫുഡിനെക്കാട്ടിലും എനിക്ക് എപ്പോഴും അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ട്രൈ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരും അങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യിപ്പിക്കണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. ഞാൻ തന്നെ ചെയ്യും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്കൊരാളുടെ അണ്ടറിൽ ട്രെയിനിങ് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോയിരുന്ന സമയത്താണെങ്കിൽ പോലും അവർ ചെയ്ത് കാണിച്ചു തരാൻ വരുമ്പോൾ ഞാൻ പറയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എനിക്ക് ഒന്നും കൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല അങ്ങനെ ട്രെയിനിങ്. പിന്നെ എങ്ങനെ പഠിപ്പിച്ച് എനിക്ക് അതിലൊരു എന്താ പറയുക, എനിക്കത് തീരെ ഇഷ്ടമല്ല ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനോട്. ഐ ഹാവ് ദിസ് ഹാബിറ്റ് ഓഫ് ക്ലീനിങ് മൈ നെയിൽസ്. എനിക്ക് എപ്പോഴും എൻ്റെ നെയിൽസ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു സ്വഭാവമാണ്. അത് അങ്ങനെ ആരും നോട്ടീസ് ചെയ്തില്ല. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ നെയിൽസ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ കുഞ്ഞായിരുന്നപ്പം എനിക്ക് ഈ ഷോപ്പ് കീപ്പർ ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഗെയിമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു 3, 4, 5, 6 വയസ്സൊക്കെയുള്ള സമയത്താണ്. അപ്പോൾ ഞാനിത് മെയിനായിട്ട് കളിക്കുന്ന 2 പേരും കൂടെയാണ്. ഒന്ന് അമ്മ, ഒന്ന് എന്നെ നോക്കുന്ന എൻ്റെ ബേബി സിറ്റർ എന്ന് വെച്ചാൽ മെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചിയുടെ അടുത്തും അമ്മയുടെ അടുത്തുമാണ് കളിക്കുന്നത്. 4 മണിയാവുമ്പോൾ 2 പേരും മാറി മാറി ചെയ്യണം. അതായത് ഞാനാണ് ഷോപ്പിന്റെ ഓണർ. എനിക്കറിയില്ലായിരുന്നു ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നൊരു ക്ലോത്തിങ് ബ്രാൻഡ് നടത്തുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ആകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷെ കുഞ്ഞിക്കായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിയാണ്. 4 മണിയാവുമ്പോൾ ആ കളി സ്റ്റാർട്ട് ചെയ്യും. വീട്ടിലുള്ള ഡ്രസ്സുകൾ, കാര്യങ്ങൾ, അമ്മയുടെ ചുരിദാർ, വീട്ടിലുള്ള ചാച്ചിന്റെ മുണ്ടുകൾ, കാര്യങ്ങൾ, ഷർട്ടുകൾ എല്ലാം നിരത്തി വെക്കും. ഇവരെന്റെ കടയിൽ സാധനം മേടിക്കാൻ പറഞ്ഞു. ഞാനാണ് ഇവരെ ഈ കസ്റ്റമേഴ്സിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഷോപ്പിന്റെ ഓണർ. എനിക്ക് ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് വേണം. ഈ ഒരു ഫ്ലാറ്റ് എടുക്കാൻ ഇത്ര വലിയ വിൻഡോ നോക്കിയാണ് ഞാൻ എടുത്തത്. പിന്നെ ഈവൻ കേർട്ടൻസ് ആണെങ്കിലും നല്ല ലൈറ്റ് ആയിട്ട് ഡാർക്ക് കേർട്ടൻസ് ഞാൻ യൂസ് ചെയ്തില്ല. കാരണം എനിക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ്സ് കയറണം. ഇപ്പൊ തന്നെ കണ്ടില്ല തുറന്നിട്ടിരിക്കുന്നത്. പിന്നെ ബെഡ്റൂമിലാണെങ്കിലും ബാൽക്കണി ഉണ്ട്. ഇറങ്ങത്തൊന്നുമില്ലെങ്കിൽ പോലും എനിക്ക് ബാൽക്കണി വേണം. കാരണം എനിക്ക് ഇരുട്ട് ഡാർക്ക് റൂംസ് എനിക്ക് ഇഷ്ടമല്ല, ഡാർക്ക് പെയിന്റുകളും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഈ നമ്മുടെ വൈറ്റ്, ഓഫ് വൈറ്റ്, ഐവറി അങ്ങനത്തെ കളേഴ്സ് ഒക്കെ കൊടുക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. എനിക്ക് എപ്പോഴും സൺലൈറ്റും ഫ്രഷ് എയറും വേണം. ഞാൻ എൻ്റെ അമ്മേനെ എടി എന്നാണ് വിളിക്കാറുള്ളത്. എടി എന്ന് വെച്ചാൽ എനിക്ക്, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ എന്ന് അങ്ങനെ നോക്കും. ഞങ്ങൾ ഫ്രണ്ട്സാണ്. എനിക്ക് എൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ടിനെ പോലാണ്. കാരണം അമ്മയുടെ ചെറിയ പ്രായത്തിലാണ് ഞാൻ ഉണ്ടായത്. അപ്പം ആ കുഞ്ഞി പ്രായത്തിലാണ് ഞാൻ ജനിച്ച്. പിന്നെ വലുതായി വന്നാലും ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും സിസ്റ്റേഴ്സ് ആണെന്ന് എല്ലാവരും ചോദിക്കാറുള്ളത്. അത് അപ്പിയറൻസിൽ മാത്രമല്ല, സ്വഭാവത്തിലും അങ്ങനെയാണ്. എനിക്കൊരു ഫ്രണ്ടായിട്ട് തോന്നാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റുള്ള അമ്മയെ ഞാൻ എന്താ അങ്ങനല്ല, ഞാൻ എടി അതിങ്ങനെയാ, എടി ഇതിങ്ങനെയാ. അമ്മ എനിക്കത് കംപ്ലീറ്റ് ഫ്രീഡം തന്നിട്ടുണ്ട് എടി എന്നൊക്കെ വിളിക്കാൻ. പിന്നെ ഭയങ്കരമായിട്ട് സ്നേഹം കൂടുമ്പോൾ ഞാൻ ചിലപ്പോൾ തള്ളേന്ന് വിളിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അമ്മയ്ക്കതിലൊരു കുഴപ്പമില്ല. കാരണം അങ്ങനെ വിളിച്ചാലും ഞങ്ങളുടെ ബോണ്ട് അങ്ങനെയാണ്. പിന്നെ ചിലപ്പം എടി തള്ളേ ഇങ്ങനെയൊക്കെ ഞാൻ വിളിക്കും. കാരണം എനിക്ക് എൻ്റെ എല്ലാം അമ്മയാണ്. അമ്മ എന്നൊക്കെ പറഞ്ഞ അമ്മ കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയില്ലേ, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ, അത് അത്രയും വയ്യാത്ത സന്ദർഭങ്ങളിൽ, എന്താ പറയുക, നമ്മൾ അത്രയും വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ അമ്മേനെ വിളിക്കാൻ, അല്ലെങ്കിൽ എടി എന്നേ ഞാൻ വിളിക്കാറുള്ളൂ. കൂടുതൽ ഇത്തിരി സ്നേഹം കൂടുമ്പോൾ ഞാൻ തള്ളേന്ന് വിളിക്കും. ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് പ്രകടിപ്പിക്കും. എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനത് ഭയങ്കരമായിട്ടും പ്രകടിപ്പിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് തിരിച്ച് റിട്ടേൺ ഇഷ്ടം മാത്രം, അതായത് സ്നേഹം, അതായത് പ്യുവർ ആയിട്ടുള്ള സ്നേഹം മാത്രമാണ് എനിക്ക് തിരിച്ച് കിട്ടേണ്ടത്. ഞാൻ അവരോട് സംസാരിക്കുന്ന പോലെ, ഞാൻ അവരെ കാണുന്ന പോലെ അവർ തിരിച്ചിങ്ങോട്ട് പെരുമാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങനെ നടക്കാറില്ല. അങ്ങനെ നടക്കാത്ത പക്ഷം പിന്നീട് ഞാൻ അതിലേക്ക് പോവില്ല. പിന്നെ ഞാൻ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേ നിൽക്കുള്ളൂ. സ്നേഹമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ ഒന്നും ഞാൻ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കാറില്ല. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്ന് നല്ല കളങ്കമില്ലാത്ത ഒരു സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് റിട്ടേൺ എനിക്ക് ആവശ്യമില്ല. പക്ഷെ അത് തരാത്ത അങ്ങനെ അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇല്ല. ഞാൻ എന്തായാലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള, അതായത് എനിക്കുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹം മനസ്സിൽ വെക്കുന്ന ആളല്ല. ഞാൻ സ്നേഹം ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ ഒട്ടും പൈസ ചിലവാക്കത്തില്ല. സ്കിൻ കെയർ ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഒട്ടും തന്നെ ഇൻട്രസ്റ്റഡ് അല്ല ഞാൻ. പക്ഷേ എനിക്ക് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടം. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് മേക്കപ്പ്, ലിപ്സ്റ്റിക് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ സ്കിൻ കെയർ എനിക്കിഷ്ടമേ അല്ല. എൻ്റെ ഫേവറേറ്റ് നമ്പർ 28 ആണ്.
28 ആണ് ഞാൻ സൂരജിനെ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങളുടെ പെണ്ണ് കാണുന്നത് 28 ആയിരുന്നു. അന്ന് മുതൽ എൻ്റെ ഫേവറേറ്റ് നമ്പർ 28 ആണ്. ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് ആണ്. അപ്പോൾ അതിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് എൻ്റെതായ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ കമ്മിറ്റ് ചെയ്തൊരു കാര്യം ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ എൻ്റെ പ്രൊഫഷനിൽ മാറുള്ളൂ. എനിക്കത് 100% എൻ്റെ കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഫുഡില്ലെങ്കിലും ഉറക്കമില്ലെങ്കിലും ഒക്കെ ഞാൻ ഇരിക്കും. കാരണം എൻ്റെ മനസ്സിൽ അത് ഏറ്റവും ബെസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇന്നത്തെ കാര്യം ഇന്ന് അങ്ങനെയല്ല, എനിക്ക് മുന്നോട്ടേക്ക് ഇവിടുന്ന് ഒരു 10 വർഷം 15 വർഷത്തേക്കുള്ള സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി എന്ന് വെച്ചാൽ ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഭയങ്കര എൻ്റെ ഈ ഒരു വർക്കിനോട് ഭയങ്കര അധികം പാഷനേറ്റ് ആണ് ഞാൻ. എനിക്ക് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാനും എത്ര എഫേർട്ട് എടുക്കാനും തയ്യാറായിട്ടുള്ള ഒരാളാണ്. ഞാനൊരു ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ വെച്ച സ്ഥലത്ത് അവിടെ തന്നെ ഇരിക്കണം. പിന്നെ ഏതൊരു കാര്യവും അങ്ങനെ എന്താ പറയുക, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളൊരു സ്വഭാവമേ എനിക്കില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എഫേർട്ട് എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മെസ്സി പേഴ്സൺ ആണ് ഞാൻ. പിന്നെ എൻ്റെ ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ അടിയോടടിയാ. ഞങ്ങൾ എപ്പോൾ കാണുന്നു അപ്പം അടിയാ. കാരണം എന്ന് വെച്ചാൽ ചാച്ചൻ എപ്പോഴും എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഞാൻ റിയാക്ട് ചെയ്ത് ഞാൻ തിരിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ചാച്ചന് ഭയങ്കര സന്തോഷമാണ്. സംഭവം വിഷമല്ല, ഞാൻ ചാച്ചനെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ല റിയാക്ട് ചെയ്തത്. ഞാൻ എന്നെ എപ്പോഴും എവിടെ ചെന്നാൽ ചാച്ചൻ ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ 2 എണ്ണം കേട്ടാലേ ചാച്ചന് സമാധാനമാവുള്ളൂ. ആ ഒരു സ്വാതന്ത്ര്യം ചാച്ചൻ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഈ അടിയുടെ വഴക്കിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് തമ്മിൽ സ്നേഹിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. ഞങ്ങൾ തമ്മിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ പോയിന്റുകൾ തമ്മിൽ എപ്പോഴും ക്ലാഷ് ആവുക ചെയ്യുന്നത്. ചാച്ചൻ ഒരു കാര്യം പറഞ്ഞ് എനിക്കത് അംഗീകരിക്കും, ഞാൻ പറഞ്ഞ കാര്യം ചാച്ചൻ അംഗീകരിക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒരു പിണക്കോ കരച്ചിലോ അങ്ങനെയൊന്നും ഞങ്ങൾ തമ്മിൽ എത്തിയിട്ടേ ഇല്ല. കാരണം എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം എൻ്റെ അപ്പൻ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ പുള്ളിയെ ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ട് എൻ്റെ ലൈഫിലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തി ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അപ്പനാണ്. ഒരുപാട് എന്താ പറയുക, നല്ല വ്യക്തിത്വത്തിന് ഉടമ എന്ന് പറയില്ല, അത് ഞാൻ ശരിക്കും കണ്ടത് എൻ്റെ അപ്പനിലാണ്. അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ഞാനത് നേരിട്ട് ചാച്ചനെ നോക്കി പറയത്തില്ല. അപ്പം ചാച്ചൻ ഭയങ്കരമായിട്ട് പൊങ്ങിയിട്ട് ചാച്ചൻ പിന്നെ ഭയങ്കര ഇതടിച്ചു വിടും. ഞാൻ വലിയ സംഭവം അങ്ങനത്തെ സംഭവം ഇങ്ങനെ സംഭവം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചാച്ചൻ അങ്ങനെ നോ ഒന്നും പറയത്തേ ഇല്ല. ഇനി ഇൻ കേസ് ചാച്ചൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതിന് അപ്പം ഞാൻ അടിയുണ്ടാക്കും. അങ്ങനെ അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി ഞങ്ങൾ തമ്മിൽ സെറ്റാവും. ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യത്തില്ല ഒരിക്കലും സ്നേഹം അങ്ങോട്ടും വരട്ടെ ഇങ്ങോട്ടും വരട്ടെ. പക്ഷെ ഞങ്ങളുടെ ഉള്ളിനോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം. നേരിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വടിവാളെടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഞാനും എൻ്റെ അപ്പനും. എനിക്ക് ഈ ലേസ്, ബിങ്കോ, കുർക്കുറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ആരെങ്കിലും കഴിക്കുന്ന കണ്ടാൽ ചിലപ്പം ഒരെണ്ണം വല്ലതും കഴിച്ചാൽ അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് ഐസ്ക്രീമിനോട് താല്പര്യമില്ല. കേക്ക്സ് എനിക്ക് വലിയ താല്പര്യമില്ല. ഇവിടെ വെച്ചാലാണ് കേക്കിൻ്റെ ആൾ. ഞാൻ അങ്ങനെ കേക്ക് കഴിക്കാറില്ല. ഒരെണ്ണം വല്ലതും കഴിച്ചു ഒരു തവണ കഴിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് 2 ക്യാരക്ടറുണ്ട്. ഞാൻ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരാളാണ്. ചെറിയ പിള്ളേരുടെ മനസ്സാണ്. എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ചാടി പാടി ഓടി അങ്ങനെ നടക്കുന്ന ഒരു സൈസ് സ്വഭാവമാണ് എൻ്റേത്. വർത്തമാനം പറയുന്നതിലാണെങ്കിലും ഒക്കെ മെച്യൂരിറ്റി അങ്ങനെ കാണിക്കേണ്ട സ്ഥലത്ത് ഞാൻ മെച്യൂരിറ്റി കാണിക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഷോപ്പിൻ്റെ കേസിൽ അപ്പം അങ്ങനെ അവിടെ വേറൊരാളെയാണ് കാണുന്നത്. സീരിയസ് ആവേണ്ട സമയത്ത് ഞാൻ സീരിയസ് ആവും. പക്ഷെ അല്ലാത്ത സമയം മുക്കാലും ഞാൻ എൻ്റെ ഈ ഒരു സ്വഭാവം, എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനത്തെ സ്വഭാവമാണ്. ഇങ്ങനെ എന്തൊക്കെയോ സൈസ് ഒരു സ്വഭാവം ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചാൽ നടക്കുക ഞാൻ സംസാരിക്കുക. പക്ഷെ എല്ലാവരുടെ അടുത്തില്ല കേട്ടോ. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ, അല്ലാത്തടത്ത് ഞാൻ കാണിക്കില്ല. പക്ഷെ എനിക്ക് 2 ക്യാരക്ടറുണ്ട്. ഐ ക്യാൻ നെവർ ഈറ്റ് സാലഡ്സ് ആൻഡ് ലൂസ് മൈ വെയിറ്റ്. ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. എനിക്കൊണ്ട് പറ്റില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഡയറ്റ് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റില്ല. സെലക്ഷൻ ഒരിക്കലും എനിക്ക് സ്വയമായിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഞാൻ ലാസ്റ്റ് എത്തുമ്പോൾ 2 എണ്ണം ഉണ്ടാവും. ആ 2 എണ്ണത്തിൽ എനിക്ക് അതിലൊന്ന് ചൂസ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവണം. അവിടുത്തെ സെയിൽസ്മാനോട് അല്ലെങ്കിൽ സെയിൽസ് വുമനോട് ചോദിക്കും, എനിക്കിതിലൊന്ന് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കും. പക്ഷേ അവർ സെലക്ട് ചെയ്ത സാധനം ഞാൻ എടുക്കില്ല. ഞാൻ എൻ്റെ മനസ്സിലൊരു സാധനം ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ അതന്നെ എടുക്കുകയുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കും, അതെൻ്റെ ഒരു ക്യാരക്ടർ. എല്ലാം കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് 2 എണ്ണത്തിലെത്തും. 2 എണ്ണത്തിലെത്തിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഇതായിരിക്കും വേണ്ടത്. പക്ഷെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത് 2ലും കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കും, ഇച്ചാൻ ഇതിലേതാ സെലക്ട് ചെയ്യണം, ഇച്ചാൻ ഇതായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇച്ചാനെ ഇതിലേക്ക് എത്തിക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് മാംഗോ ആണ്. അതുകൊണ്ട് തന്നെ മാംഗോ ജ്യൂസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാംഗോ ഉള്ള എന്തും
അത് മാംഗോ ഇട്ടിട്ടുള്ള എന്തോ ആയിക്കോട്ടെ, മാമ്പഴ പുളിശ്ശേരി ആയിക്കോട്ടെ, എല്ലാം മാങ്ങ വെച്ചിട്ടുള്ള പരിപാടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഗോൾഡ് ഒട്ടും ഇഷ്ടമല്ല. ഗോൾഡ് വാങ്ങിക്കണമെന്നോ ഇടണമെന്നോ ഒന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഡയമണ്ട്സ്, ഞാൻ ഡയമണ്ടിൻ്റെ വലിയൊരു ഫാനാണ്. ഞാൻ ഡയമണ്ട്സ് വാങ്ങിക്കാനും ഇടാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഒരുപാടല്ല, ചെറിയ ചെറിയ പെൻഡൻറ്റ്, ഇയറിങ്സ്, പിന്നെ ഫിംഗർ റിങ്സ്, ബ്രേസ്ലെറ്റ്, എല്ലാം ഡയമണ്ട്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് 2 അനിയന്മാരുണ്ട്. അപ്പോൾ ഒരു അനിയൻ ആദ്യം ഉണ്ടായി, പിന്നെ രണ്ടാമത്തെ അനിയനുണ്ടായി. അപ്പോഴൊക്കെ ഞാൻ കുഞ്ഞായിരുന്നു. പക്ഷേ എന്താ പറയുക, ഞാനൊരു അമ്മയുടേതായ ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അവർക്ക് ഞാനൊരു ചേച്ചിയായിട്ടല്ല, ഒരു അമ്മയായിട്ട് എനിക്ക് തന്നെ ഒരു സ്വയമായിട്ട് തോന്നുമായിരുന്നു ഞാൻ അമ്മ പോലെയാണെന്ന്. കുട്ടികൾ, പുതിയ കുട്ടികളുണ്ടാകുമ്പോൾ ഇളയ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വയമേ ചെയ്ത് എൻ്റെ അനിയന്മാരെയും കൂടെ ഒരു മദർലി ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു എനിക്ക്. ഒരുപാട് സാക്രിഫൈസ് ചെയ്യായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടി എല്ലാം എപ്പോഴും ഒരു സെക്കൻഡ് മദറായിരുന്നു അവർക്ക് 2 പേർക്ക്. ഇപ്പോൾ 5 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ വിചാരം എനിക്കെന്തോ വലിയ പ്രായമുള്ള ഒരാളാണ്, ഒരു 30-35 വയസ്സൊക്കെ ഉള്ളൊരു വലിയൊരു ആളാണ് ഞാൻ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു 24 hours വരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിന് മാത്രം. വേറെ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സാൻഡൽസ് ആയിക്കോട്ടെ, എനിക്കൊരു വേറെ എന്തൊരു ആക്സസറി ആയിക്കോട്ടെ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ കിച്ചണിലേക്കുള്ള എന്തൊരു സാധനം ആയിക്കോട്ടെ, ഇപ്പോൾ ചെറിയ ചെറിയ പ്ലേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാനോ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഞാൻ അതിനൊന്നും എനിക്ക് ഷോപ്പിങ്ങിന് ടൈം സ്പെൻഡ് ചെയ്യാനോട് താല്പര്യമില്ല. എനിക്ക് അപ്പോൾ തന്നെ ബോറടിച്ച് തുടങ്ങി, എന്തെങ്കിലും എടുത്തിട്ട് പെട്ടെന്ന് പോകണം. പക്ഷെ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ 24 hours എനിക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കരമായിട്ട് പേഷ്യൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് ക്ഷമിക്കും, പെട്ടെന്നൊന്നും ഞാനങ്ങനെ റിയാക്ട് ചെയ്യില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് ഒരു സങ്കടം ഉണ്ടാവും എന്നുള്ളത് കാരണം പലതും പറയാൻ മടിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇപ്പം എന്താ പറയുക, അത് ചെയ്തേ, അതെടുത്തേ, അങ്ങനത്തെ വേർഡ്സ് പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് എടുക്കാമോ, അതൊന്ന് ചെയ്യാമോ, ഇത് തരാമോ, ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. എനിക്ക് അതിൽ നിന്ന് മാറി ഇതാക്കാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എങ്ങാനും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ, ഈവൻ ഇപ്പം ആണെങ്കിൽ പോലും, ഇപ്പം നമ്മളുടെ ഈ ഒരു ഫീൽഡിൽ പോലും ആവശ്യമാണ്. പക്ഷെ എന്നെക്കൊണ്ട് ആ ഒരു കേസിൽ എനിക്ക് മാറാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ആ ഒരു രീതി മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇപ്പം ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, എന്നെ ചൊറിയുന്ന രീതിയിൽ സംസാരിച്ചാലൊക്കെ മാക്സിമം ഞാൻ ക്ഷമിക്കും. 1 ക്ഷമിക്കും, 2 ക്ഷമിക്കും, 3 ക്ഷമിക്കും. ചിലർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന് അവർ റിയാക്ട് ചെയ്യും. ഞാനങ്ങനെ റിയാക്ട് ചെയ്തില്ല. പക്ഷെ 4ാമത്തെ എൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത റിയാക്ഷൻ ആയിരിക്കും. ആ ഒരു റിയാക്ഷൻ മേ ബി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് എന്ത് ഫീൽ ചെയ്യുന്നോ ഒന്നും ഞാൻ നോക്കത്തില്ല. കാരണം ഞാൻ ക്ഷമിക്കാനുള്ള അറ്റം വരെ ക്ഷമിച്ചു, അത്രയും ക്ഷമയുള്ള ഒരാളാണ്. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യും, വളരെ ഇതായിട്ട്. കാരണം എൻ്റെ ക്ഷമിച്ച് എൻ്റെ കൺട്രോൾ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ അവിടെ കൊണ്ട് ആ ഒരു ഏതൊരു ബന്ധം ആയിക്കോട്ടെ അതവിടെ കട്ടാവും. അതെൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടായിട്ട് തന്നെ ഇല്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ ചെയ്താൽ ചെയ്തതാണ്.